നിർത്ത് അബ്ജോദ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ഒരു പാനലിസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ ആ പാനലിസ്റ്റ് ആരായിരിക്കും? സ്വാഭാവികമായും CPIഎമ്മിൻ്റെ ഏതെങ്കിലും പ്രതിനിധിയാകും. സഹ പാനലിസ്റ്റുകളും അവതാരകരും കൂടി നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമുള്ള അസംബന്ധ നാടകം ആടിത്തിമിർക്കുമ്പോൾ അതിന് മറുപടി നൽകുന്ന പല ഇടതുപക്ഷ പ്രതിനിധികൾക്കും ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്. അത്രയ്ക്ക് അസഹനീയമാണ് അബ്ജോദ് അടക്കമുള്ളവരുടെ ഇടപെടലുകൾ. എന്നാൽ വർഷങ്ങളായി ഏഷ്യാനെറ്റിൽ ചെന്ന് CPIഎമ്മിനെ തെറിവിളിക്കൽ മാത്രം തൊഴിലാക്കിയ പിണറായി വിരുദ്ധ ഭജന സംഘത്തിലെ പ്രമുഖൻ അഡ്വക്കേറ്റ് ജയശങ്കറിന് ഇങ്ങനെ പറയേണ്ടി വന്നെങ്കിലോ എന്നല്ല, വന്നു. കഴിഞ്ഞ ദിവസം രാത്രി അങ്ങനെ ഒരു ദാരുണ സംഭവമുണ്ടായി. രാജേശ്വരി എന്ന പ്രേതപ്പേരിൽ മുമ്പ് ആനുകാലികങ്ങളിൽ എഴുതിയിരുന്ന അതേ ജയശങ്കർ അവതാരകനായപ്പോൾ ചാനലുകളിൽ നിന്ന് ചാനലുകളിലേക്ക് പാറിപ്പറന്ന് നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള ഭജനപ്പാട്ട് പാടുകയായിരുന്നു. വർഷങ്ങളായി വാർത്താ ചാനലുകളുടെ സ്ഥിരം കുറ്റി. ഒരിടത്ത് കണ്ടുമടുക്കുമ്പോൾ ചാനൽ മാറ്റിയാൽ അവിടെയുമുണ്ട്. ഒരേ സമയത്ത് 3 ചാനലിൽ വരെ കണ്ടവരുണ്ട്. കുമ്പിടി സ്വാമിയുടെ ഈ ചാനൽ അവതാരത്തിന് പൊടുന്നനൊരു രാത്രി എന്താണ് സംഭവിച്ചത്? ചുരുക്കി പറഞ്ഞാൽ തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമിച്ച് ജീവനക്കാരുടെ ശരീരത്തിൽ മാലിന്യം എറിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിനെ ന്യായീകരിക്കാൻ വേണ്ടി 2 ദിവസമായി മാധ്യമങ്ങൾ നടത്തിയ കർസവയാണ് നിമിഷങ്ങൾ കൊണ്ട് ഈ വക്കീൽ പുകച്ചു കൊടുത്തത്. ഇത്രയും കാലം അന്ത്യചർച്ചകളിൽ അവതാരകരെക്കാൾ അധികാരം പ്രയോഗിച്ചിരുന്നയാളാണ് ഒരു രാത്രി കൊണ്ട് അബ്ജോദിന് തലവേദനയാകും വിധം നിലപാട് മാറ്റിയത്. KSEB ചെയ്തതിൽ എന്താണ് തെറ്റ്? ഭൂരിപക്ഷം CITUക്കാരായ KSEB ജീവനക്കാരുടെ കരുണ കൊണ്ട് മാത്രമാണ് അജ്മൽ 2 കാലിൽ എണീറ്റ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു കശ്മലൻ. മൂർഖൻ പാമ്പിനെയാണല്ലോ ഈശ്വര പാല് കൊടുത്ത് വളർത്തിയത് എന്ന ഡയലോഗ് പറയുന്ന ഇന്നസെൻറ്റിൻ്റെ ഭാവമായിരുന്നു ചാനലുകളെ മൊത്തത്തിൽ ജയശങ്കർ എടുത്തു കുടയുമ്പോൾ അബ്ജോദ് എന്ന അവതാരകൻ്റെ മുഖത്ത്. ചാനലുകളിൽ സ്ഥിരം ചർച്ചാംദേഹിയായ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന CPI അംഗം പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളാണ് ഇവിടെ അരാജകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത്. കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനെയും KSEB ഓഫീസിൽ കയറി ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ചെയ്തതും ന്യായീകരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഇവരുടെ തോന്നിവാസത്തെ ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ് മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരുമൊക്കെ. ഗുണ്ടായുസത്തെ അനുകൂലിക്കുന്ന ഇത്തരം പ്രവണതകൾ മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. മനുഷ്യാവകാശം എന്നത് KSEB ഉദ്യോഗസ്ഥർക്കുമുണ്ട് എന്നൊക്കെ ഒറ്റ വെറുപ്പിൽ പറഞ്ഞു തീർത്തു അദ്ദേഹം. ചാനലുകൾ സൃഷ്ടിക്കുന്ന ആഖ്യാനങ്ങൾക്ക് ബദലാഖ്യാനങ്ങളും പ്രതിയാഖ്യാനങ്ങളും സമൂഹത്തിലുണ്ടെന്ന് അവതാരകർ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. കോടതിയിൽ പൊടുന്നനെ കൂറുമാറി ജഡ്ജിയെ എന്നല്ല കോടതിയെ ആകെ അമ്പരപ്പിക്കുന്ന സാക്ഷികളുണ്ട്. അങ്ങനെ പല കേസുകളിലും സാക്ഷികൾ കൂറുമാറി കേസ് പൊളിച്ച സംഭവം നമുക്കറിയാം. എന്നാൽ ചാനൽ ജഡ്ജിക്ക് മുമ്പിൽ വക്കീൽ കൂറുമാറിയത് ആദ്യത്തെ അനുഭവമാണ്. ഏതായാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കൊണ്ടു നടക്കുന്ന വക്കീലിനെ ഇനി ഏഷ്യാനെറ്റ് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒന്നറയ്ക്കും. ഉത്തർപ്രദേശിലെ ഹാഥ്രസിൽ ആൾദൈവത്തിൻ്റെ കാല് പതിഞ്ഞ മണ്ണ് നെറ്റിയിൽ പൂശാൻ തിരക്ക് കൂട്ടിയ 121 മനുഷ്യർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു. അതിന് പിറ്റേന്ന് തന്നെ കേരളത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും ഡൽഹിയിലെയും വസതികളിലും KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലും കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തി. UPയിലെ ഹാഥ്രസിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് 2712 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിലേക്ക് 1000 കിലോമീറ്റർ തികച്ചില്ല എന്നോർക്കണം. അപ്പോൾ ദൂരത്തിലല്ല കാര്യം. കേരളത്തെ UP ആക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്നത് BJP മാത്രമല്ല കോൺഗ്രസ്സുകാർ കൂടിയാണെന്ന് മനസ്സിലാക്കണം. ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാവുമെന്ന് പറഞ്ഞ മുൻ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും തിരുവിതാംകൂർ കോൺഗ്രസിൻ്റെ സ്ഥാപകരിൽ ഒരാളുമായ C കേശവൻ്റെ അനുയായികളായി അവകാശപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അന്ധവിശ്വാസത്തിൻ്റെ കൊടുമുഴിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലാണ് വാസമുറപ്പിച്ചത് എന്ന ദുരന്ത സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ 2 സംഭവങ്ങളും നമ്മുടെ മാധ്യമങ്ങൾ ഏതുവിധം കൈകാര്യം ചെയ്തു എന്ന് നോക്കാം. K സുധാകരനെതിരെയുള്ള ആഭിചാരക്രിയ വാസ്തവത്തിൽ കോൺഗ്രസ് അകപ്പെട്ട അതിദയനീയമായ പതനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് സുധാകരൻ്റെ മുൻ സ്റ്റാഫ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സുധാകരൻ്റെ കുതികാൽ വെട്ടാൻ തക്കം പാർത്തു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ആഭിചാരക്രിയ നടത്തിയതെന്ന് ചുരുക്കം. സുധാകരൻ്റെ വിശ്വസ്തരിൽ നിന്ന് സുധാകരൻ്റെ ആജന്മ ശത്രുക്കളായ പല നേതാക്കളുടെയും പേരുകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും
കൂടോത്രം നടത്തിയ നേതാക്കളും സുധാകരനുമൊക്കെ ഇത്തരം ക്ഷുദ്രക്രിയകളിൽ വിശ്വസിക്കുന്നവരാണെന്ന് കേൾക്കുമ്പോൾ തമാശയല്ല തോന്നുന്നത്. യു പിയിലേക്ക് നമുക്കുള്ള ദൂരം അധികമൊന്നുമില്ല എന്നതിൻ്റെ അപകടമണിയായി അത് നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. എന്നാൽ അതിനെ ഒരു തമാശയുടെ തലത്തിൽ നിന്നുകൊണ്ട് വാർത്ത വരുത്തിയെന്ന് സമാധാനിക്കുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ. ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും പിന്നീട് സുധാകരൻ്റെ സ്റ്റാഫ് അംഗത്തിൻ്റെ അഭിമുഖം നൽകുകയും ചെയ്യുന്ന ന്യൂസ് 18 ചാനലല്ലാതെ ആരാണ് ഈ വിഷയം ശ്രദ്ധിക്കും വിധം കൈകാര്യം ചെയ്തത്? ഒരു മന്ത്രവാദത്തെ ചൊല്ലിയുള്ള ക്ഷുദ്രമായ വിവാദങ്ങൾ എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ഈ വിഷയത്തെ സമീപിച്ചത്. ശത്രുക്കൾ ഇജ്ജാതി ആഭിചാരം നടത്തിയിട്ടും താൻ ഉയിരുപോകാതെ വറുത്ത പയറുപോലെ നടക്കുന്നതിൽ ആശ്വാസം കൊള്ളുന്ന സുധാകരനെ ക്ഷുദ്രം ചെയ്ത് നശിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസിലെ എതിർ ഗ്രൂപ്പുകാരും ഇത്ര വലിയ അന്ധവിശ്വാസികളാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും ഇതിനെതിരെ ഗൗരവപൂർവ്വം ഒരു വാർത്ത പോലും മാധ്യമങ്ങൾ നൽകിയിട്ടില്ല. ഒരു ആക്ഷേപഹാസ്യ കോളത്തിൽ പോലും ഇവരുടെ പേര് പരാമർശിക്കുന്നുമില്ല. കേരളം നേടിയെടുത്ത നവോത്ഥാന മൂല്യങ്ങളെ നൂറ്റാണ്ടുകൾ പിറകോട്ട് തള്ളിമാറ്റുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലവാരമില്ലായ്മ ഈ മാധ്യമങ്ങളെ ഒട്ടും അലോസരപ്പെടുത്തുന്നുമില്ല. പ്രമേഹം മോണിറ്റർ ചെയ്യാൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ച ചിപ്പ് ഏലസാണെന്നും പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ പേക്കൂത്തുകളുടെ ടേപ്പുകൾ ഇപ്പോഴും അവരുടെ ലൈബ്രറിയിൽ കാണും. ഒരു ദിവസം മുഴുവൻ കോടിയേരിക്കെതിരെ അസഭ്യം പറഞ്ഞവരാണ് കൂടോത്ര വാർത്തയിൽ നിശബ്ദരാകുന്നത്. KPCC പ്രസിഡന്റിൻ്റെ കൂടോത്രവും ആഭിചാരക്രിയകളും നടന്നിട്ട് അന്തിച്ചർച്ചയുമില്ല, പ്രതികരണ തൊഴിലാളികളുടെ മിണ്ടാട്ടവുമില്ല. ഇനി ഹാത്രസിലേക്ക് വരാം. മാതൃഭൂമി ഈ വിഷയത്തിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അപകടത്തിൻ്റെ കാര്യകാരണങ്ങളിൽ ഊന്നുന്ന മുഖപ്രസംഗത്തിൽ ഒരിടത്ത് പോലും ആൾദൈവങ്ങൾ സമൂഹത്തിൽ വിതയ്ക്കുന്ന തിന്മകളെക്കുറിച്ചൊരു വാക്കുപോലുമില്ല. ആലിംഗനം തൊഴിലാക്കുകയും ശ്വാസം വിടാൻ പഠിപ്പിച്ച് കോടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഹൈടെക് ആൾദൈവങ്ങൾ മുതൽ ചാത്തൻ സേവക്കാരുടെ വരെ പ്രൊമോട്ടർമാരായി മാറിയ മാതൃഭൂമി ഈ അവതാരങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല. കാരണം ഇത്തരം ദൈവാവതാരങ്ങൾക്കും വായനക്കാർക്കും ഇടയിലിട്ട ഒരു പാലമാണ് മാതൃഭൂമി പത്രം, പ്രത്യേകിച്ചും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ പൊതുവിലും. അവരുടെ പിറന്നാളിനും ഷഷ്ടിപൂർത്തിക്കും സപ്തതിക്കും മരിച്ചു കഴിഞ്ഞാൽ പുലകുളി അടിയന്തരത്തിനും വരെ പ്രത്യേക സപ്ലിമെൻ്റ് ഇറക്കി കോടികൾ കൊയ്യുന്നവർ എങ്ങനെയാണ് അവർക്കെതിരെ വാർത്ത നൽകുക? എസ് ഹരീഷിൻ്റെ മീശ നോവലിൽ ഹിന്ദുവിരുദ്ധ പരാമർശമുണ്ടെന്നാരോപിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് നിർത്താൻ ഉത്തരവിട്ട പത്രമാണത്. ആൾദൈവത്തെ പോയിട്ട് കൂടോത്രം നടത്തുന്ന മന്ത്രവാദിയെ വിമർശിക്കാൻ പോലും നട്ടലിന് ഉറപ്പില്ലാത്തവരായി മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ. SFI എന്നാൽ ഈ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യേണ്ട ഏതോ പ്രേതബാധയാണെന്ന മട്ടിലാണ് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ക്ഷുദ്രക്രിയകൾ. എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, പക്ഷേ വിദ്യാർത്ഥികൾ എൽക്കാലവും SFIക്ക് ഒപ്പമാണെന്ന് തെളിഞ്ഞു. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെയും കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലെയും സംഘർഷം മുൻനിർത്തി SFIയെ അങ്ങ് തീർത്ത് കളയാമെന്ന മോഹത്തിൽ എന്തെല്ലാം വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷം നേടിയ വിജയത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചാണ് SFIക്കെതിരെയുള്ള അഴിഞ്ഞാട്ടം. അതങ്ങനെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വൻ വിജയം നേടുന്നത്. അതോടെ ആ ബഹളം അവിടെ അവസാനിച്ചു. SFIയുടെ വിജയത്തിൻ്റെ വാർത്ത പോലും കൊടുക്കാതെ മാളത്തിലൊളിച്ചു നമ്മുടെ മാധ്യമങ്ങൾ. ഫേസ്ബുക്കിൽ നിരന്തരം RSS അനുകൂല പോസ്റ്റുകളിടുന്ന സുനിൽ ഭാസ്കർ എന്ന മുൻ പട്ടാളക്കാരനായ പ്രിൻസിപ്പലിൻ്റെ മർദ്ദനമേറ്റ SFI പ്രവർത്തകൻ്റെ കർണപടം പൊട്ടിയതിനെക്കുറിച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വന്നിട്ടും അതിനെക്കുറിച്ചൊരു വാർത്ത പോലും നൽകിയിട്ടില്ല നമ്മുടെ മുഖ്യധാര. വിദ്യാർത്ഥികളുടെ പരാതിയിൽ പോലീസ് സുനിൽ ഭാസ്കർ എന്ന അധ്യാപക ഗുണ്ടയ്ക്ക് നോട്ടീസ് നൽകിയപ്പോൾ മനോരമയിൽ ലീഡ് സ്റ്റോറി. അടിക്ക് പിന്നാലെ ഇരുട്ടടി എന്ന കൂറ്റൻ തലക്കെട്ട്. എന്താണെന്നറിയില്ല, അതിൻ്റെ വെടിയും തീർന്ന മട്ടാണ്. കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയുണ്ടെന്ന വാദം രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ പൊളിഞ്ഞു. ഇടിമുറി എന്ന് ആക്ഷേപിക്കുന്ന മുറി ദിവസങ്ങളായി പൂട്ടിക്കിടക്കുകയാണെന്ന റിപ്പോർട്ട് വന്നതോടെ കാര്യവട്ടം എപ്പിസോഡിൻ്റെയും കാറ്റ് തീർന്നു. എന്താണെന്നറിയില്ല, കഴിഞ്ഞ 1-2 ദിവസങ്ങളായി SFIയെക്കുറിച്ച് ഒരു വാർത്ത പോലുമില്ല. വീക്ഷണമല്ല മനോരമയാണ് തങ്ങളുടെ മുഖപത്രമെന്നാണ് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് BJPക്കാരും. സ്വന്തമായി ജന്മഭൂമി എന്ന പേരിലൊരു പത്രമുണ്ടായിട്ടും അവർക്ക് തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ജിഹ്വയായി മാതൃഭൂമിയെ കാണാനാണ് ഇഷ്ടം. ഹിന്ദുത്വവാദികളും മാതൃഭൂമിയും തമ്മിലുള്ള ബന്ധം അത്രയും ചരിത്രപരമാണ്. മാതൃഭൂമി പിറന്ന കാലം മുതൽ അതങ്ങനെ തന്നെയാണ്.
1923 പിറവിയെങ്കിലും 1921 മലബാർ കർഷക കലാപത്തെ ഹിന്ദുവിരുദ്ധ മാപ്പിള ലഹളയെ സ്ഥാപിച്ചെടുക്കുകയായിരുന്നു മാതൃഭൂമിയുടെ ഒരു ദൗത്യം. പിന്നീട് 1930കളിൽ ഹിന്ദു മഹാസഭ കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് ഏറ്റവും അധികം പിന്തുണ നൽകിയത് മാതൃഭൂമി പത്രമായിരുന്നു. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട പത്രമാണ് മാതൃഭൂമിയെന്ന് അതിൻ്റെ ഉടമകൾ എല്ലാ കാലത്തും അവകാശപ്പെടുമെങ്കിലും ഗാന്ധി ഘാതകരായ RSSന് മാതൃഭൂമി നൽകിയ പിന്തുണയെ RSSകാർ ഒരിക്കലും കുറച്ചു കാണില്ല. അങ്ങനെയുള്ള മാതൃഭൂമിക്ക് കഴിഞ്ഞയാഴ്ച ഒരു കയ്യബദ്ധം പറ്റി. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗം മാതൃഭൂമി വിസ്തരിച്ചങ്ങ് വിന്യസിച്ചു. ബാഹുബലി മാതൃകയിൽ വില്ലാളി വീരനായ രാഹുലിനെ അവതരിപ്പിച്ചപ്പോൾ ആ പത്രത്തെ മുഖപത്രമായി കാണുന്ന BJPക്കാർക്ക് രസിച്ചില്ല. അവർ പലയിടത്തും പത്രം കത്തിച്ചു. സ്വാഭാവികമായി കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസ്താവന ഇറക്കി, പത്രം കത്തിച്ചതിനെ അപലപിച്ചുകൊണ്ട്. ആ പ്രസ്താവന ഇതാ ഇങ്ങനെയാണ്. പിറ്റേന്നത്തെ മാതൃഭൂമിയിൽ ഈ പ്രസ്താവന വാർത്തയായുണ്ട്. പക്ഷേ ഒരു പ്രശ്നം മാത്രം, കത്തിച്ചത് ആരാണെന്നില്ല. കർത്താവില്ലാത്ത പാവം കർമ്മം. BJPക്കാർ പത്രം കത്തിച്ചാലും മാതൃഭൂമി അക്കാര്യം മറച്ചുവെക്കും. ഞങ്ങളുടെ പത്രം ഞങ്ങളുടെ ആൾക്കാർ കത്തിച്ചാൽ നിങ്ങൾക്കെന്താ എന്ന ഒരു ഭാവം. ഇതിന് അടിമത്തം എന്നാണ് പേര്. അടിമത്തം അനുഭവിക്കുകയല്ല, അടിമത്തം ആസ്വദിക്കുകയാണ് മാതൃഭൂമി. ഇത്രയും നാണം കെട്ട ഒരു സമീപനം ഒരു പത്രത്തിൽ നിന്നും അടുത്ത കാലത്ത് എങ്ങും ഉണ്ടായിട്ടില്ല. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, ഇനി അത് ആവർത്തിക്കില്ലെന്ന് BJPക്ക് നൽകിയ ഉറപ്പ് പോലെയാണ് ആ പ്രസ്താവനയിൽ നിന്ന് BJP എന്ന 3 അക്ഷരം എടുത്തു മാറ്റിയത്. ഇനി പത്രമൊന്ന് വിശദമായി നോക്കിയാലോ. പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസ്താവന നൽകിയപ്പോൾ അതിന് തൊട്ടുമുകളിൽ ആളുന്ന തീനാളത്തിനടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രം. ആ ചിത്രത്തിനുമുണ്ടൊരു പ്രത്യേകത. സൂക്ഷ്മമായി നോക്കിയാൽ പിണറായിക്ക് സദാ ക്രുദ്ധഭാവമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു നിമിഷാർത്ഥത്തിൻ്റെ പകുതിയിൽ എക്സ്പ്രഷൻ ഒപ്പിയെടുത്ത ചിത്രം. പത്രം കത്തിച്ചത് BJPക്കാരാണെന്നത് ഞങ്ങൾ ഒളിപ്പിക്കും, എന്നാൽ ഈ ചിത്രം കാണുന്നവർ ക്രുദ്ധമായ നോട്ടത്തോടെ പത്രം കത്തിച്ചത് പിണറായി ആണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിച്ചോട്ടെ എന്ന ലൈൻ. BJP പ്രവർത്തകർ പത്രം കത്തിച്ചതിനെ പത്രപ്രവർത്തക യൂണിയൻ മാത്രമല്ല വിമർശിച്ചത്. മാതൃഭൂമി ജേർണലിസ്റ്റ് യൂണിയൻ്റെ പ്രസ്താവനയും അതോടൊപ്പമുണ്ട്. ആരാണ് കത്തിച്ചതെന്ന് അതിലുമില്ല. മാതൃഭൂമിയിലെ ജേർണലിസ്റ്റുകൾക്ക് പോലും അറിയില്ല തങ്ങളുടെ പത്രം കത്തിച്ചവർ ആരാണെന്ന്. BJPയോടുള്ള അടിമത്തം പട്ടേലരുടെ സെൻറ്റിൻ്റെ മണം പോലെ ആസ്വദിക്കുന്ന മാതൃഭൂമിയിലെ എല്ലാ തൊമ്മിമാർക്കും അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ ലക്കം മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.